ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. അതിനായി ഞാൻ ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് 2 പച്ചമുളക്, പിന്നെ മീഡിയം സൈസ് ഇഞ്ചി മുറിച്ചതും ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടതാണ് ഒരു 10-15 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഈ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം 2 തണ്ട് പുതിന ഇലയും 2 തണ്ട് മല്ലി ഇലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊക്കെ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്കതൊന്ന് നല്ല പേസ്റ്റ് മാതിരി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതുപോലൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് മസാല അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യം ആ കഷ്ണത്തിനൊക്കെ പിടിക്കത്തക്ക രീതിയിൽ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം മസാല പിടിപ്പിച്ച് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതുപോലൊരു കടായി അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത്, ഷാലോ ഫ്രൈ എടുത്താൽ മതിയാകും. ഇത് കറി വെക്കാനുള്ളതല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് വേവുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതെല്ലാം എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മസാല പിടിപ്പിച്ച ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെ ഞാൻ പിന്നെ ഒരു 3 വലിയ സവാള നീളത്തിൽ മുറിച്ചതും, പിന്നെ 5 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി മുറിച്ചത്, പിന്നെ ഒരു 5-10 വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചത്, ഇതെല്ലാം കൂടെ ഈ എണ്ണയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ചേർക്കുന്നതാണ് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി. പിന്നെ ചേർക്കേണ്ടതാണ് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം അതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഈ തക്കാളി ഒന്ന് അടച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാലയിൽ ഇട്ടത് കരിഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം മസാലയ്ക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി നമ്മൾക്കൊന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചൂടുവെള്ളം മാത്രം ഇനി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിൽ ചൂടുവെള്ളമാണ് ഇപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഒരുപാട് വേണ്ടുന്നവർക്കാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒന്നുകൂടി ഇതെല്ലാം ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചൂടുവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് മതിയാവും. അപ്പോൾ ഈ ഒരു ഗ്രേവിയിലാണ് മതിയെങ്കിൽ ഈ ഒരു ഇതുപോലെ തന്നെ പിന്നെ ഇതിനോട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചിക്കൻ വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലും കൂടെ കുറച്ച് ഗ്രേവി വേണ്ടുന്നവർക്ക് ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് കറണ്ട് പോയത് കൊണ്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ചിക്കനെല്ലാം വെന്ത് റെഡിയാവാൻ ഏകദേശം ഒരു 10-15 മിനിറ്റുള്ള സമയത്ത് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാകും. ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതിൽ ഉള്ളി വറുത്തിടുന്നവർക്ക് പിന്നെ ചെറിയ ഉള്ളി വറുത്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ ഉള്ളി വറുത്തിടുന്നില്ല. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ കുറച്ച് മല്ലിയില ഇങ്ങനെ തൂക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ബ്രെഡ്, അപ്പോൾ നമ്മൾക്ക് ഏതാണോ ഇഷ്ടം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറി ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.